ഹായ് കൂട്ടുകാരെ, അപ്പോൾ ദാ ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു സാധനം കിട്ടിയിട്ടുണ്ടേ. കണ്ടോ, ഇന്ന് നമുക്ക് മീനും ചിക്കനും ഇറച്ചിയൊക്കെ അല്ലേ. ഇതാണ്ട ഇന്ന് നമുക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ, നല്ല അടിപൊളി ഞണ്ട്. കണ്ടാ, ഇത് എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയത്തുമില്ല, ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടേ എനിക്ക് ഇച്ചാൻ്റെ എല്ലാം ക്ലീനാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. നമുക്കിത് കൊണ്ട് റോസ്റ്റ് വെച്ചാലോ. 1-2 തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റി. ആ ഒരു പ്രതീക്ഷയിൽ ഇന്നും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കണ്ടാലോ. അങ്ങനെ ഞാൻ ഞണ്ട് കുറച്ച് വേവിക്കാനായിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതിൻ്റെ പയറും അതുപോലെ ക്യാരറ്റും മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കാണാവേ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു മീഡിയം സൈസ് സവോളയാണ്. ഇത് കൊച്ചുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു 3 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് എരിവ് വേണമെന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കാണിച്ചു തരാവേ. വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്, കാരണം നമുക്കിത് ഇളക്കമൊക്കെ ചെയ്യണ്ടേ. അപ്പം അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഞണ്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകളൊക്കെ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഞാനിതേ ഉരുളി വെച്ചിട്ടേ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ കൊച്ചുള്ളിയും സവോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തായിരുന്നു കേട്ടോ. അത് എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ക്യാമറ ഒന്ന് സെറ്റാക്കി കിട്ടിയത്. കാരണം നമ്മുടെ ഈ വെട്ടം കൂടെ അടിക്കുന്നതുകൊണ്ടേ, ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് വെട്ടം അടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മൊത്തത്തിലൊരിത് കിട്ടുന്നില്ല. ഉണ്ടാകും ഞാനങ്ങ് എഴുന്നേൽക്കുമ്പോൾ അങ്ങ് ഇതാകുന്നു. ഇച്ചായൻ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ല. റിംഗ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും സെറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ക്യാമറയൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ട് വന്നാട്ടോ. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ക്ലാരിറ്റി അല്ല, എന്തോ ഒരു എനിക്ക് വെട്ടം ഇവിടെ നിന്നെല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഒരുമാതിരി തോന്നുന്നു. അപ്പോൾ ഞാനിത് ഇതാക്കി വഴച്ചിക്കൊണ്ടിരിക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും. അയ്യോ, കറിവേപ്പിലിട്ടില്ല. ഇന്നെനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ ഗൈസ്. ഇന്നലെ രാവിലെ പീരിയഡ്സ് ആയി, അതിൻ്റെ ബുദ്ധിമുട്ട്, നടുവേദനയുണ്ട്. പിന്നെ ദാണ്ട് ഈ ഒരു വിരലിന് നല്ല വേദനയുണ്ട്. അതുപോലെ ഇത് കണ്ട മോതിൽ വിരൽ കണ്ട വിവരത്തില്ല, നല്ല വേദനയാണ്. എനിക്കാണ് ഉറക്കവും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഗബ്രൂട്ടിന് ഇന്ന് നേരത്തെ ഗബ്രൂട്ടിന് എഴുന്നേറ്റേ. അങ്ങ് ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും പിന്നെ അങ്ങ് നേരത്തെ എഴുന്നേറ്റ് പോന്നു. പിന്നെ ജോലിയും കാര്യങ്ങളും, പിന്നെ അവനെ ഉറക്കാനും കിടന്ന് ചോറൊക്കെ വെച്ച് കാപ്പി രാവിലെ ദോശ ഇതൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഒന്ന് ഫ്രഷായിട്ടൊന്ന് കിടക്കാൻ നമുക്കങ്ങനെ പറ്റുന്നില്ല. നല്ല അതുപോലെ മുട്ടിനും കാലിനൊക്കെ നല്ല വേദനയുണ്ട്. പക്ഷേ എന്തോ വയ്യ. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊന്ന് ചെയ്യുന്നു. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ചെറിയ കഷ്ണം കൈമുള്ളി അത് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അത് സൈഡിൽ ചേർന്നിരുന്നുകൊണ്ട് ചൂടായിട്ടുണ്ടായിരുന്നു, അതോർത്തില്ല. പുള്ളി ഈ വരലയിൽ ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതങ്ങനെ എനിക്കങ്ങനെ വെക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനിവിടെ വന്നേ പിന്നെയാണ് ഈ ഒരു സാധനം. കൈ പൊള്ളി കഴിച്ച് ഞാൻ ഇച്ചിരി ഒന്ന് വെള്ളം നനയ്ക്കട്ടെ, പുകയുന്നു. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഞണ്ടും അതുപോലെ കണവയൊക്കെ കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ അവിടെയൊന്നും അങ്ങനെ, എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ മേടിച്ചിട്ടില്ല. അതുകൊണ്ട്
ഞാനങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു തവണ ഞണ്ട് ഇവിടെ മേടിച്ചുകൊണ്ടപ്പോൾ ആ ഒരു മണവും ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മേടിക്കുന്നതാണ് നമ്മൾ, ഞങ്ങളുടെ വീടിൻ്റെ കൂടെ അച്ഛനിങ്ങനെ വയലിലും അതുപോലെ തോട്ടിൽ അങ്ങനെയൊക്കെ കിട്ടുമല്ലോ ഞണ്ട് പിടിക്കുന്നത്. അങ്ങനെ എൻ്റെ അച്ഛൻ അങ്ങനെ ഞണ്ട് പിടിക്കാൻ പോയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇങ്ങനെ മേടിച്ചിട്ട് കയൽഞ്ഞണ്ട്, കടൽഞ്ഞണ്ട് അങ്ങനെ ഒന്നും മേടിച്ചൊന്നും കുക്ക് ചെയ്തിട്ടില്ല. പുകയുന്നല്ലോ, ചുമന്ന്. സ്റ്റീലും പാത്രം കൂടെ അല്ലായിരുന്നു, പ്ലേറ്റ് ഇതിനോട് ചേർന്നിരുന്നു ഞാൻ തക്കാളി ഇടാൻ എടുത്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിച്ചിട്ടുണ്ട്, അതെനിക്കിഷ്ടം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്കൊരു ഉളുമ്പ് ഫീൽ ചെയ്യുന്നു. അതെങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കും എനിക്കൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട് കറിയോ, പക്ഷെ അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. ഇപ്പം ഞാൻ യൂട്യൂബിനകത്തൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും സെറ്റാകട്ടെ, തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നല്ലേ, ഞാൻ പോയി റിംഗ് ലൈറ്റ് എടുത്തിട്ട് വന്നു ആ സമയം കൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ടേ. നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞപ്പൊടി, ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഈ തള്ളവിരലിന് നല്ല വേദന ആയതുകൊണ്ടേ കുറച്ചധികം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർക്കാം. വിരലിന് വേദന ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നും അങ്ങോട്ട് ഈ തള്ളവിരൽ ഉപയോഗിച്ച് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുപോലെ. എന്തോ ചെയ്യാനാ, എനിക്ക് ബ്ലഡിനകത്ത് ഇൻഫെക്ഷനാണ് ഉള്ള റിസൾട്ടിൽ കാണിച്ചപ്പോൾ അതിൻ്റെ മെഡിസിനും പിന്നെ പനിയുടെയും പാരാസിറ്റമോളൊക്കെ കഴിക്കുന്നതുകൊണ്ടേ മുളക് പൊടി ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ക്ഷീണമുണ്ട്, എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ പറഞ്ഞത് ഉറക്കം. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് മതി, കാരണം നമ്മൾ മുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അവസാനം എരിവ് കൂടിപ്പോയിട്ട് കഴിക്കാൻ പറ്റാതെ വന്ന് എല്ലാവരുടെയും വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഈ ഞണ്ട് റോസ്റ്റൊക്കെ ഇഷ്ടമാണെന്ന് പറയണേ. എനിക്കിഷ്ടമായി സംഭവം. കഴിക്കാൻ കുറച്ച് മെനക്കേടാ അല്ലേ, കുറച്ച് സമയം എടുക്കും. അതാണ് പ്രശ്നം. കുരുമുളക് പൊടിയുടെയൊക്കെ നല്ലൊരു കുത്തൽ വരുന്നുണ്ട്. അപ്പം ആയിട്ട് നടക്കി കൊടുക്കാം. മറ്റേ പ്ലക്കർ ഇവിടെ ഉണ്ട് കേട്ടോ, എനിക്ക് അത് പിടിക്കാനായിട്ട് ഈ വിരലിന് വയ്യാതെ ബലത്തിൽ പ്ലക്ക് ചെയ്ത് പിടിക്കാൻ. അതുകൊണ്ട് ഇതാകുമ്പോൾ തുണിയാകുമ്പോഴത്തേനും പ്ലക്ക് ചെയ്ത് പിടിക്കാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതിയല്ലോ. പ്ലക്കർ പിടിക്കാനുള്ള പറ്റുന്നില്ല എനിക്ക്, നല്ല വേദനയുണ്ട് തള്ളവിരലിന്. ഒരു തരത്തിൽ ഇതെല്ലാം അരിഞ്ഞു. പിന്നെ ക്രിസ്റ്റീന ആണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എനിക്ക് റെഡിയാക്കി തന്നു. ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഞണ്ട് പിന്നെ ഇച്ചായനെ എനിക്ക് റെഡിയാക്കി തന്നു. എനിക്കത് അങ്ങനെ സെറ്റ് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇത്തിരി വിനീഗർ ഒഴിക്കാവേ, ഒരു ശകലം പുളിപ്പിന്. അയ്യോ തുറക്കാൻ പറ്റത്തില്ലേ, കുഴപ്പമില്ല. ഇവിടം കണ്ട വെള്ളം അകത്തോട്ടായിപ്പോയി വേദന എടുത്തിട്ട്. ശകലം ഒഴിക്കാം. ജസ്റ്റ് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം.
നമ്മൾ ഇതിന് ഞണ്ടിന് നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. അതുകൊണ്ട് കുറച്ച് നമ്മളൊന്ന് സെറ്റായതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞണ്ട് ചേർക്കാം. ഇതൊക്കെ കണ്ട കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നടുക്കോട്ട്, അതുകൊണ്ടാണ്. അതിനകത്ത് അത് വെന്ത വെള്ളമുണ്ട്, അത് ഒഴിക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഇത് കുറച്ച് പിറക്കി ഇട്ടിട്ട് ഒഴിക്കാം. അല്ലാതെ എനിക്ക് മൊത്തത്തോടെ നമ്മുടെ കൈ പൊള്ളിയ പാത്രം ഇട്ടിട്ടുണ്ട്, അതെടുത്ത് മാറ്റട്ടെ. എല്ലാം കൂടെ വെക്കാനേ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ചുറ്റാം. ഓരോന്നിട്ട് കൊടുക്കാം. ഇത് വലിയ ഇളക്കാൻ ഇത് വേണമല്ലോ എന്ന് കരുതി ഞാൻ വലിയ പാത്രം എടുത്ത്. കണ്ട അടിയിലോട്ട് ചെന്നപ്പോൾ ചൂടുണ്ട്, വെള്ളത്തിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. മേളത്തെയൊക്കെ ചൂടാറിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, അടുത്ത നമുക്ക് ഇതും കൊണ്ട് എടുക്കാം, അല്ലെങ്കിലേ ചൂടാ. ഇനി അത് വേവിച്ച വെള്ളമുണ്ട് കേട്ടോ, ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗബ്രൂട്ടൻ്റെ പഴയ നിക്കർ ഇതാക്കാം. നമ്മൾ പറ്റുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എനിക്ക് ഈ അസുഖം വന്നിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ അടുത്ത് ചെയ്തു തരാമോ എനിക്ക് മടിയുള്ള കാര്യം. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ വിളിക്കും. ഇതാണ് എൻ്റെ ഒരു ഇത്. എനിക്കങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും കാര്യം എടുക്കണമെങ്കിൽ എനിക്ക് മറ്റുള്ള ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ ആവശ്യം വരും. ഇപ്പം ഇവിടെ പിള്ളേരായാലും ഇച്ചായനായാലും എന്തിനിപ്പോൾ ഗബ്രൂട്ടൻ പോലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങാൻ. പക്ഷെ എനിക്കെന്തോ തനിയെ ചെയ്യാൻ ഇഷ്ടമാണില്ല. പക്ഷെ എനിക്കെന്തോ ഇപ്പോൾ എന്തെങ്കിലും എടുക്കാനും പെറുക്കാനൊന്നും പറ്റാതെ വരുമ്പോൾ എനിക്ക് ഈ ഒരു അസുഖം വന്നപ്പോൾ അതാണ്. പണ്ട് തൊട്ടേ ഞാൻ ശ്രമിക്കുക, ആരുടെയും ഒരുപാട് ഒരാളോട് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല. അവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്തോ ചെയ്യാനോ, ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥയല്ലേ. ഞാൻ ചില സമയത്തോർക്ക് എനിക്ക് എല്ലാവരെയും പോലെ എന്തെങ്കിലും എല്ലാം ചെയ്യാനും ആരുടെ സഹായം ഇല്ലാതെ നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും എല്ലാവരെയും ആശ്രയിക്കുന്നത് ഒരു പരിധി വരെ അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് നടത്തി കൊടുക്കാം. ഇളക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ വലിയ പാത്രം എടുത്തത് നന്നായി. എൻ്റെ ഇവിടെ ഇട്ടൊക്കെ തെറിച്ചെന്ന് തോന്നുന്നു മസാല. കുറച്ച് കട്ട് ചെയ്ത് തന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇളക്കാൻ എളുപ്പമുണ്ടായിരുന്നില്ലേ. കട്ട് ചെയ്താൽ ഇത്ര പാടുപെട്ട് ഇളക്കാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇളകി വരുന്നില്ല. ഇവിടെ മസാല മൊത്തം ഇവിടെ കിടക്കുക തന്നെ, പക്ഷേ ഇളകി അങ്ങോട്ട് വരുന്നില്ല. മസാലകൾ തേണ്ട കിടക്കണം, അതിനകത്തോട്ടൊന്ന് ജസ്റ്റ് പിടിപ്പിക്കാം. കുറേ നേരം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം വേഗം എടുക്കുന്നു. ഒറ്റയടിക്ക് വിരളിനും പിന്നെ പൊള്ളിയും ചെയ്തു പുകയുന്നു. നമുക്കിത് വേവിച്ച വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
ഒരുപാട് ഒഴിക്കണ്ട, നമുക്ക് ജസ്റ്റ് ആ ഗ്രേവി ഇതിനകത്തോട്ടൊന്ന് പിടിക്കണം. എനിക്ക് അറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണോ എന്ന്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഈ സൈഡിലെ ഗ്രേവി കിടക്കുന്ന കണ്ട ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. അടിയിലത്തെ കഷ്ണത്തിനൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം കണക്കൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ വെള്ളം എന്തോരം എങ്ങനെ ഒഴിക്കണം എന്നൊന്നും എനിക്കങ്ങനെ വലിയ പിടിയില്ല. നോക്കട്ടെ. കുറച്ചുകൂടി ഉപ്പ് വേണം, കുറച്ചുകൂടി ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് തവിയേലൊരെണ്ണം പിടിച്ചിരിക്കും. എനിക്കൊന്ന് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് ആക്റ്റീവല്ലാത്തത്. നല്ല ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്, എന്തോ ഒരു വിഷമം പോലെ. രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു വിഷമം. എനിക്കറിയത്തില്ല, എന്തൊക്കെയോ ഒരു സങ്കടം പോലെ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് പറ്റുന്നോടം വരെ ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം. ആ വെള്ളം ഒന്ന് പറ്റി സെറ്റാവട്ടെ കേട്ടോ. ഇതെന്ത് വെള്ളം തന്നെ നമ്മൾ സെപ്പറേറ്റ് വെള്ളം എന്ന് ഒഴിച്ചാൽ അതാകുമ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി തന്നെ കിട്ടുമല്ലോ. നമുക്കൊന്ന് അത് സെറ്റാകുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എരി കുറവാണ്, കുറച്ച് കുരുമുളക് പൊടി ഇടാം. ക്രിസ്റ്റീന എന്നെ കൊല്ലും, അവളെ അയൽപക്കത്തൂടെ പോയാൽ മതി എരു. ഇതൊന്ന് പറ്റിച്ചെടുക്കാം നമുക്ക്. ഈ ഒരു വെള്ളം പറ്റുന്നത് കഴിയുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ അത്യാവശ്യം കൂട്ടിയിടാം. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം പറ്റുന്നതോടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടേ ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ ദേ കാലെടുത്തിട്ടുണ്ടേ.
വെന്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് ആ മാംസത്തിൻ്റെ അകത്തോട്ടും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെ, കുരുമുളകിൻ്റെ എരിവൊന്നും ഉള്ളിലോട്ട് അത്ര ആയിട്ടില്ല. പക്ഷെ സംഗതി വെന്തിട്ടുണ്ട്, ടേസ്റ്റുണ്ട്, എരിവൊക്കെ ഉണ്ട്. നമുക്ക് എൻ്റെ ഉൾഭാഗം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ആ ഒരു നടുഭാഗമില്ലേ, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നല്ലൊരു ഉപ്പൊക്കെ ഉണ്ട്. ഉദ്ദേശിച്ചില്ല, ടേസ്റ്റ് ഉണ്ട്, കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളൊരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. അപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാവേ. അപ്പം നമ്മൾ കറിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു. നമുക്ക് അവസാനമായിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വെക്കാം. എപ്പുട്ടം വന്നു, എപ്പുട്ടനാ തൊടല്, ഇതിലെ തൊടലേ കപ്പൂത്ത. അപ്പോൾ ഞാനിത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ച് സെറ്റാക്കാം. തോന്നി വന്നു. അപ്പോൾ ഇതാണ്, ഞാനൊന്ന് ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാനുണ്ടാക്കിയ തട്ടിക്കൂട്ട് ഞണ്ട് റോസ്റ്റ്. കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂ. കാഴ്ചയിൽ കുഴപ്പമില്ല, ടേസ്റ്റിൽ ഗുണമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.